ഹലോ കൂട്ടുകാരി, അങ്ങനെ വീണ്ടും ഒരു 7 ദിവസത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് ഞാൻ പോവുകയാണ്. അവിടെയാണ് എൻ്റെ ഗസ്റ്റ് സ്റ്റേ ചെയ്യുന്നത്. കാരണം അവർ സ്റ്റേ ചെയ്യുന്നത് അവർക്ക് 2 ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ടൂർ പാക്കേജ് ആക്കി കമ്പനി മാറ്റി. അങ്ങനെ ഞാൻ വല്ലാർപാടം കണ്ടെയ്നർ റോഡ് വഴി നേരെ ആസ്റ്റർ മെഡിസിറ്റിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ നേരെ ആസ്റ്റർ മെഡിസിറ്റിയുടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി രാവിലെ തന്നെ ചായ കുടിച്ചു. ഇടിയപ്പവും മുട്ടക്കറിയുമാണ് കഴിച്ചത്. കൂടെ ഒരു ചായയും വെള്ളവും മേടിച്ചു. ഇതാണ് ആസ്റ്റർ മെഡിസിറ്റിയുടെ എൻട്രൻസ്. ഞാൻ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി. ഗസ്റ്റ് പറഞ്ഞു ഞങ്ങൾ റെഡി ആവാൻ 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആസ്റ്ററിൽ നിന്നൊരു ഗസ്റ്റിനെ ഫസ്റ്റ് ടൈം പിക്കപ്പാണ് കേട്ടോ. എനിക്കറിയില്ല എവിടെ നിന്ന് പിക്ക് ചെയ്യണം, നോക്കാം നമുക്ക്. അവസാനം ഞാൻ പിക്കപ്പ് പോയിന്റ് കണ്ടു. ആനെക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ആണ്. അവിടെയാണ് ഫോറിനേഴ്സൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവരെയും കയറ്റി നേരെ വച്ച് പിടിച്ചു മൂന്നാറിലോട്ട്. ഇന്ന് മുതൽ 2 നൈറ്റ് മൂന്നാറിലെ സ്പൈസ് റിസോർട്ടിലാണ്. പോകുന്ന വഴിക്ക് നേരെയും കൊടുത്ത് ചായ കുടിക്കാൻ നിർത്തി. എൻ്റെ ഗസ്റ്റ് കരിക്ക് കുടിച്ചു. ഞാൻ നല്ലൊരു ചായയും കൂടി കുടിച്ചു. ഈ ചായക്കട പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. നമ്മുടെ വില്ലാഞ്ചിറയിലാണ് ഈ ചായക്കട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല കരിക്കും ചായയും പിന്നെ ബേക്കറി ഐറ്റംസും നല്ല ഇരുന്ന് കഴിക്കാൻ പറ്റിയ ചെയറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ ആദ്യം പോയത് ചീയപ്പാറ വാട്ടർഫാളിലാണ്. അതിനുശേഷം വാട്ടർ കാണിച്ച ശേഷം സ്പൈസ് ഗാർഡൻ വിസിറ്റിങ്ങിന് വേണ്ടി ഞാൻ ഗസ്റ്റിന് കൊടുത്തു. അതിനുശേഷം ഫുഡ് കഴിക്കാറായിരുന്നു. ഏകദേശം 1 മണിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ലഞ്ച് കഴിച്ചു. പിന്നെ എൻ്റെ ഗസ്റ്റ് പറഞ്ഞു ഫ്രൂട്ട്സ് മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അടിമാലി എത്താറായപ്പോൾ ഒരു വലിയൊരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ ആനച്ചാല് വഴി നേരെ വൈബിൻ്റെ അതിൽ കൂടെ പോയി സ്പൈസ് റിസോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ട്, ചുറ്റും ഫോഗി ആയിട്ട് ഭയങ്കര ക്ലൗഡി ആയിട്ട്. ഗസ്റ്റിനും ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇതാണ് സ്പൈസ് റിസോർട്ടിൻ്റെ പാർക്കിംഗ്. ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ലഗേജായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി റിസപ്ഷനിലോട്ട് പോയി. അതിനുശേഷം ഞാൻ പുറത്തുകൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. വളരെ മിസ്റ്റായിട്ട് നിൽക്കണം, എന്താ പറയേണ്ടതെന്ന് അത്ര ഭംഗിയാണ് ഈ പ്രദേശം കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്പൈസ് റിസോർട്ടിൽ വരുന്നത്. അങ്ങനെ എൻ്റെ ഗസ്റ്റിൻ്റെ ലഗേജും കാര്യങ്ങളായിട്ട് അവിടുത്തെ പയ്യന്മാർ പോയി. അവർ 2 ലഗേജും പിന്നെ ഒരു കാർട്ടൂൺ വെള്ളം മേടിച്ചിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് അവരുണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. ഇതാണ് അവർ താമസിക്കുന്ന വില്ല. മുകളിലും താഴെയായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പോണ വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 4 മണിക്ക് ഇപ്പോൾ ഞാൻ പുറത്തോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടി. നേരെ ET സിറ്റിയിൽ വന്നു, ഒരു ചായയും കുടിച്ചു. ഇന്നത്തെ ഡ്യൂട്ടി ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഓൾ.